ഹായ് ലേണേഴ്സ്, നമുക്കിന്ന് ഒരു മിനിറ്റ് കൊണ്ട് മോഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടൂളിനെ പറ്റി മനസ്സിലാക്കിയാലോ. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന ഒരു അനാലിസിസ് ടൂൾ തന്നെയാണ് മോഡ്. മീൻ, മീഡിയൻ, മോഡ് മൂന്നാണ് മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളായിട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് മാത്രമേ ഉള്ളൂ. സോ മോഡ് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെഷർ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത വാല്യൂ ആയിരിക്കും അല്ലേ. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് ഇൻ എ സീരീസ്. സോ ഒരു വാല്യൂ എത്ര തവണ ഏറ്റവും കൂടുതൽ തവണ ഒരു സീരീസിൽ റിപ്പീറ്റ് ചെയ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്തിരിക്കുന്നത് 35 ആണെങ്കിൽ നമുക്ക് പറയാം അതാണ് ആ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്ക് എന്ന് നമുക്ക് പറയാം. So mod is the most frequently observed data value. It is denoted by MO. So അത് denote ചെയ്യുന്ന MO ആണ്. അത് ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. Computation of mode. So look at the following discrete series. Discrete series നമുക്ക് തന്നിട്ടുണ്ട് വേരിയബിൾ 10, 20, 30, 40, 50. ഇത് ഓരോന്നിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 10 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു, 20 8 ടൈംസ്, 30 20 ടൈംസ്, 40 10 ടൈംസ് ആൻഡ് 5 50 5 ടൈംസ്. സോ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് 20 ടൈംസ് ആണ്. ഏത് വാല്യൂ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? 30. സോ 30 ആയിരിക്കും നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് മോഡ് ഡിസ്ക്രീറ്റ് സീരീസിൽ മനസ്സിലാക്കാം. കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ നമ്മൾ അതിൽ ചെറിയൊരു ഇക്വേഷൻ ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ മോഡ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് വാല്യൂ ഇൻ എ സീരീസ്. താങ്ക് യു.